ഹലോ, നല്ലൊരു അടിപൊളി ചീസി പൊട്ടറ്റോ സ്നാക്കാണേ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, ഈസി റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മീഡിയം സൈസ് പൊട്ടറ്റോ ഉപ്പൊന്നും ഇടാണ്ട് ബോയിൽ ചെയ്തെടുത്ത്, എന്നിട്ട് അത് നല്ലോണം ഉടച്ചെടുത്തിട്ട് ഒരു ചെറിയ പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഞാൻ ഫ്രൈ ചെയ്ത ചിക്കന് ഒന്ന് നല്ലോണം പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അത് ചേർക്കണമെന്നൊന്നുമില്ല, പൊട്ടറ്റോൻ്റെ മിക്സ് മാത്രം വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് നമുക്ക് ബ്രെഡിൻ്റെ മേലെ കോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഉടയാത്ത പീസെല്ലാം കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ നോർമൽ എടുക്കുന്ന പോലെ എഗ്ഗിൻ്റെ മിക്സ് ആയാലും മതി. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് വെള്ളം, നോർമൽ പച്ചവെള്ളം തൊട്ടിട്ട് ഒന്ന് നനച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ മൊസറല്ല ചീസാണ് വെച്ചിന്, അതെല്ലാം ചീസ് സ്ലൈസ് ആയാലും എന്തായാലും വെക്കാം. എന്നിട്ട് വേറൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് അതുപോലെ തന്നെ സൈഡ് നനച്ചിട്ട് ഇതിൻ്റെ മേലെ വെച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ചീസ് വെക്കുന്നതിന് മുമ്പ് കുറച്ച് കെച്ചപ്പ മയണൈസായിട്ട് സ്പ്രെഡ് ചെയ്താൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി പൊട്ടറ്റോൻ്റെ മിക്സ് ഇതിൻ്റെ എല്ലാ സൈഡിലും നല്ലോണം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് കോൺഫ്ലോറിൻ്റെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലിനി പ്രത്യേകിച്ച് ഒന്നും കുക്കാവാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ബ്രെഡ് ക്രംസ് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഒന്ന് പെട്ടെന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. അതിലിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനൊന്നും ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് വേഗം പൊട്ടറ്റോ വെച്ചിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നല്ല അടിപൊളിയാണ്. നമ്മൾ കട്ട്ലറ്റിൻ്റെ എല്ലാം ഒരു ടേസ്റ്റിൽ വരുന്നത്, പക്ഷേ ചീസും ബ്രെഡെല്ലാം വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം. നമുക്കിതിനെ 2ആയിട്ടും 4ആയിട്ടും എല്ലാം കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പം അടിപൊളിയായിട്ടാണ്, ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.